ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1734. ഇന്ന് സെപ്റ്റംബർ മാസം 29-ാം തീയതി, 273-ാമത്തെ ദിവസത്തിലെത്തി. ജനിക്കാൻ മാത്രമല്ല, വളരാനും ഒരിടമൊക്കെ ആവശ്യമല്ലേ? ജനിച്ചതുകൊണ്ട് മാത്രമാകുമോ? ഓരോരുത്തരും ആവശ്യത്തിനെങ്കിലും വളരണ്ടേ? അധ്യാപകൻ കുട്ടികളെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിക്കുകയാണ്. കുട്ടികള് ആവശ്യപ്പെടുന്ന ഏത് ചിത്രവും വളരെ വേഗം ബോർഡിൽ അദ്ദേഹം വരച്ചു കാണിക്കുന്നു. പിന്നീട് അവ എങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുമെന്ന മാർഗവും അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ പാഠങ്ങളുടെ പരിശീലനം. അപ്പോഴാണ് ഒരു കുട്ടി എണീറ്റിട്ട് മീനിനെ വരയ്ക്കാമോ എന്ന് ചോദിച്ചു. അധ്യാപകൻ നല്ലൊരു വലിപ്പമുള്ള മീനിനെ വരച്ചു. എന്നിട്ട് അവനോടും ആ ക്ലാസ് മുറിയിലെ മുഴുവൻ കുട്ടികളോടുമായിട്ടും ചോദിച്ചു, ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒരുമിച്ച് ഇഷ്ടപ്പെട്ടെന്ന് ഉത്തരം പറഞ്ഞപ്പോ വരയ്ക്കാൻ ആവശ്യപ്പെട്ട കുട്ടി മാത്രം മൂകനായി, ദുഃഖിതനായി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അധ്യാപകൻ അവനോട് ചോദിച്ചു, എന്തു പറ്റിയിടൂ? മീനിനെ വരയ്ക്കാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, താൻ മാത്രം എന്താണ് ഒന്ന് പ്രതികരിക്കാത്തത്? അപ്പോൾ അവൻ എണീറ്റ് അവന്റെ സങ്കടം പറയുകയാണ്. സാർ, വെള്ളം വരച്ചിട്ടില്ല, സാറ് മീനിനെ മാത്രമേ വരച്ചിട്ടുള്ളൂ. ജനിച്ചാൽ മാത്രം പോരാ, വളരണം. ജനിക്കാൻ മാത്രമല്ല ഇടം വേണ്ടത്, വളരാനും ഒരിടവും പരിസരവും ആവശ്യമല്ലേ? വളർന്നെന്ന് തോന്നേണ്ട കേട്ടോ. എന്നാലും നമ്മൾ ഏതാണ്ട് കുറച്ചെങ്കിലുമൊക്കെ വളർന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്. സത്യത്തെ മറച്ചു വെക്കണ്ട. അതിനെ ഇങ്ങനെ അഹങ്കാരത്തിലേക്ക് കൊണ്ടുവരാതിരുന്നാൽ മതി. നമ്മളൊക്കെ കുറച്ചെങ്കിലും വളർന്നവരാണ്. വളർന്ന ഇടത്തെയും വളർത്തിയവരെയും ഒക്കെ നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ടോ? കാര്യമായിട്ട് ഓർക്കുന്നുണ്ടോ? ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടോ? അതൊരു വലിയ കർത്തവ്യമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. ഏതൊരു മനുഷ്യനും ക്രിസ്തു വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ അവനവന്റെ ഇടത്തെക്കുറിച്ചും ആ ഇടത്തിൽ അവനവനെ നിലനിർത്തിയ കുറെ മനുഷ്യരെ കുറിച്ചുമൊക്കെ കുറെ കൂടി ബോധ്യവും പ്രകടിപ്പിച്ചേ മതിയാവും. അതെ, അത് തന്നെ നല്ലൊരു പ്രാർത്ഥനയാണ്. ആമേൻ.